അല്ലോ മമ്മൂണിക്ക് അവിടെ ഉണ്ടത്. അയ്യോ ഞാൻ കള്ളനെ വിചാരിച്ചത്. സാരില്ല കേട്ടോ. എന്താ താത്ത അടിച്ചത്? കള്ളനാക്കി പകരം എന്റെ താക്ക് അടിച്ചത്. ആ കള്ള വിമാനന്റെ മോനെ കണ്ട് അവരെ പുറത്ത് നല്ലൊരു മാതിരി. ഏതെങ്കിലും കള്ളന്മാരോ ഇതുകൊണ്ട് പോര്, നമുക്ക് വാതിൽ അടയ്ക്കാം. നാട് മുഴുവൻ കള്ളന്മാരുള്ളതല്ലേ. ആവശ്യത്തിന് വിളിച്ചപ്പോഴേ കാണില്ല. മമ്മൂണിയെ ഇവിടെ വന്ന മമ്മൂണി ഞങ്ങക്ക് ചോറ് വേണോ? നല്ല മീൻകറി ഉണ്ട്. ആ ചോറായി ശരി ഈ പഴിച്ചിട്ട് വയ്യ. ഇവിടെ തന്നെ ഇരുന്നോ, താത്ത ചോറ് എടുത്തരാം. കൈ കഴിക്കും മമ്മൂണിയേക്ക്. കൈ കഴിക്കാതെ വെള്ളം ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം കേട്ടോ. എന്റെ റബ്ബേ, ഈ പൊട്ടനാണിത് നന്നായി. ഉപ്പച്ചക്കാണെങ്കിലോ ഇതിന് കേൾക്കും മമ്മൂന്റെ കൈ. മുഴുവൻ തിന്നട്ടോ മമ്മൂണിയെ. മമ്മൂണിയെ പിന്നല്ലേ ഞാനൊരു കാര്യം പറഞ്ഞാലേ ഇത് ആരോടും പറയില്ലാന്നൊക്കെ സത്യം ചെയ്തില്ലേ? സത്യം. എന്നാ എന്റെ കൈ ഇങ്ങോട്ട് നീട്ട് മമ്മൂണിയെ. ഈ കൈയല്ല, മറ്റേ കൈ. ഇന്നിപ്പോ ഇവിടെ ആരും വന്നിട്ടില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇവരെ കണ്ടത് ഞാൻ കണ്ടിട്ടില്ല. അത് ഇങ്ങോട്ട് വന്നിട്ട് അവരോടാ മമ്മൂണിയെ. നമ്മൾ ഈ അടുക്കളന്നല്ല താത്ത കള്ളനെ പിടിച്ച് പായിപ്പിച്ചത് ഞാന്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കണ്ടില്ലാന്ന് വെച്ചാ മതി. ഫസ്റ്റ് സത്യം പറയാം. ഇപ്പൊ പറയാം പൊള്ളു പറയാം. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഒച്ചയ്ക്ക് താത്ത. ഒരു കള്ളൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാനും മമ്മൂനും ഒരു കള്ളനെ നമ്മൾ കണ്ടിട്ടില്ല. ഓ കണ്ടിന് താത്ത. ഒരു നല്ലോണം കണ്ടു ഞാന്. എവിടെ കണ്ടാലും ഞാൻ തിരിച്ചറിയും. ഇത് കണ്ടിടുന്ന ആരോടും പറഞ്ഞാല് ഇതിന്റെ അടുത്ത് തുള്ളി വെള്ളം പോലും അത് കിട്ടൂല. അയ്യോ താത്ത, നിങ്ങള് കള്ളന്റെ സൈഡോ നിന്റെ സൈഡോ? ഞാൻ മമ്മൂണിന്റെ സൈഡിൽ തന്നെയാണ്. പക്ഷെ ഇത് പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ എന്റെ കുടുംബം തകരാറാവൂലേ? കള്ളനെ വിളിച്ചാ കുടുംബം തകരാറോ താത്ത? അത് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് പള്ള നിറച്ച് നാളെ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കി തരാം. അത് മതി നമുക്ക്. ആ 5 പ്ലേറ്റ് നെയ്ച്ചോറും ഒരേ ഇറച്ചി തരുമോ? തരാ. ഞാൻ തന്നിക്കാണെങ്കിൽ ഇത്താത്ത പറഞ്ഞ പോലെ നിൽക്കുവോ? എന്താ താത്ത? ഇവിടെ കള്ളം വന്നിട്ടുമില്ല, ഇവിടെ കണ്ടിട്ടുമില്ല. നല്ല ഇറച്ചി കഴിച്ചോളും കോഴിക്കോട് കഴിച്ച ആരും പരിയിലെത്തോ? ഉറപ്പാണോ? കള്ളാണ് സത്യം. സത്യം. കുറച്ചും കൂടി ചോറല്ലേ താത്താൾക്ക്? കള്ള വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കള്ള വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കള്ള വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉപ്പച്ചിനോട് ആരോട് കള്ള കണ്ട് പറയരുത് കേട്ടോ. അതൊന്നും പറയണ്ട, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഒന്നും പറയണ്ട, രാത്രി മെസ്സേജ് അയക്കാം. മതിയായോ? ഒരിത്തിരി കൂടി ചോറ് എടുത്തേ. മതി മതി, പള്ള ഫുള്ളായി. ഈ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടോ താത്ത? ഗൗരി നല്ല ഈ പാട് നന്നായി. ഞാൻ ഔട്ടാച്ചിനാ മമ്മൂന് കറിക്കിട്ടിനി.
ഇപ്പൊ പൊട്ടനാണ് ചോറ് മുഴുവൻ തിന്നല്ലോ. ചോറ് മുഴുവൻ തിന്നാലും വേണ്ടില്ല, ആരോട് പറയാതെ തിന്നാ മതി. താത്ത അതാ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓ അതിങ്ങനെ പറയില്ല മമ്മി, ആരെങ്കിലും കേക്കൂ. ആ ആരും കേൾക്കാൻ പാടില്ലല്ലോ താത്ത. എന്റെ പച്ചോടി എന്തൊക്കെ കാണേണ്ടി വരുമോ? വീരങ്ങൾ പറഞ്ഞ പാലൊന്നും കിട്ടും ചേട്ടാ, ഈറ്റന്റെ കുറവാന്ന് തോന്നുന്നു. ആ ഉള്ളത് മതിയടോ. മമ്മൂണി കിടപ്പിലായതിൻ്റെ ശേഷേ അയറ്റുള്ള നോക്കാനൊന്നും ആരുമില്ല. ഓന് ഫുൾ ടൈം തിന്നാലും വീറ്റുള്ള കാര്യത്തിന് മോശം ചെയ്യും. അല്ല അതിന്റെ കോലം കാണാനും ഉണ്ട്. ഈ കണ്ടില്ല ബൈക്കളെ കോലം. മക്കളെ നോക്കണ മാതിരി നോക്കിയാലേ പാല് കിട്ടുള്ളൂ. ഇജ്ജാ പറഞ്ഞതിൽ എനിക്കത് യോജിപ്പില്ല. അതൊക്കെ അങ്ങനെ പറയണേ. ആ കല്യാണം പോയിട്ടല്ലേ അതിനുള്ള ഗുണം അയറ്റുകൾ തരും. അല്ലാതെ എൻ്റെ കുഞ്ഞാപ്പൂൻ്റെ മാതിരിയുള്ള ആൾക്കാരെ പോയിട്ടല്ലേ ഒന്നിനും പറ്റൂല. അതൊക്കെ ശരിയായിക്കോളൂ. പോക്കനൊക്കെ അല്ലേ വരണേ. ആ വരുന്നുണ്ടോനെ എന്താ കുത്തിത്തിരിപ്പേറ്റ്. പോക്കനെ അന്നൊന്ന് കണ്ടിട്ടാൻ ഏറിയ പാടുണ്ടല്ലേ കയ്യെ. എനിക്കത് പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ പച്ചരി തേടി നടക്കുകയാണ്. എന്നിട്ടത് കിട്ടിയോ? എന്ത് പച്ചേരിയേ ഇതെല്ലാം അറിഞ്ഞ അവിടെ വീണെടുക്കണ്ടെന്ന്. പച്ചരിയല്ലേ വീണെടുക്കണത്? എൻ്റെ പണിക്കാരൻ വേലായതല്ലേ, ഓണ്ടാ കള്ളു ഷാപ്പിൻ്റെ മുന്നിൽ ഉടുതുണില്ലാതെ എടുക്കണേ. ആര് വേലായുധനോ? ആ ഓൻ തന്നെ. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. നായിൻ്റെ വാലിൻ്റെ കാര്യം പറഞ്ഞ കാര്യമാണോ ഓൻ്റെ കാര്യം? ഓനോട് എൻ്റെ പൈക്കൊക്കെ പുല്ലരിയാനോ എൻ്റെ കൂടെ നിൽക്കാനും ഇനി ഞാൻ ഓനോട് പറഞ്ഞിരുന്നത്. ഓന് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്, താമര പോലെ വെള്ളത്തിലാവും. പാടത്ത് രണ്ട് കണ്ണ് പുല്ലരിഞ്ഞിട്ട് അത് എടുക്കാൻ പോണ്ട നമുക്ക്. അന്നേ എൻ്റെ സ്ഥലത്തിൻ്റെ രജിസ്റ്റർ നാളല്ലേ? അത് നാളെയാണ്, അത് മറക്കണ്ട. പിന്നെ ഇജ്ജ് ഇവിടെ ഉണ്ടാ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് എന്നെ തെരഞ്ഞിട്ട്. ആ എത്രക്കേടോ കച്ചവടോ? എനിക്കല്ലേ ഒരു ബെഡ് ടൈമിൽ ഉണ്ടാവുമല്ലോ. ചെങ്ങായി അതൊരു 1.50 കച്ചവടം. അത് എടുത്തവർക്ക് മെച്ചുണ്ട്. ആ ഇല്ല എനിക്കെന്ത് കമ്മീഷൻ അതിൽ കിട്ടുക? പോക്കരല്ലേ, എനിക്കറിയണ അത്ര വേറെ ആർക്കും അറിയില്ലല്ലോ. അല്ല റോഡിന്റെ പൈസ വേറെ കിട്ടൂലേ? അതൊക്കെ കിട്ടിക്കോളും. കരിപ്പടിച്ച് കിടന്നാണ്ടേ നാളെ രജിസ്റ്ററിന് വരാക്കണ്ട. ഒന്നോളൂടോ, ഓനെ വേണേ ഞാൻ നേരത്തെ വിടാം. ആയിക്കോട്ടെ, അതുകൊണ്ട് എനിക്കൊരു സമാനം ഉള്ളത്. അല്ലേടോ മമ്മൂണ്ണി എവിടെ? ഓനവിടെ പെരയിലുണ്ടാവും. ഇജ്ജ് എനിക്ക് ചായ വെള്ളമാണെങ്കിൽ അങ്ങോട്ട് ചെല്ലി, മുന്തസ്സുണ്ട് അവിടെ. അതോ വേണ്ടേ വേണ്ട, എൻ്റെ മരം എടുത്തുന്നല്ലേ, അതിൽ നല്ല ഈ നാക്കാലേക്ക് കളിക്കച്ചേ ആ വെള്ളം കുടിക്കാം. ആ എന്താടോ എൻ്റെ പെരയിലേക്ക് ഇജ്ജ് കുറച്ചാഴ്ച ചീരിഞ്ഞാണല്ലോ ഓള്. എൻ്റെ മരം എടുത്ത ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചാലേ ഓള് നാടൊട്ടാകെ പറയും. ഈ നാക്കാലിയുടെ ഐറ്റങ്ങൾ കുടിച്ചാൽ ആരോടും പറയല്ലേ ഐറ്റങ്ങൾ. അത് ഇജ്ജ് പറഞ്ഞത് നേരാ. അല്ല എൻ്റെ കുഞ്ഞാപ്പ് പോയോ? ഓ അടുത്ത ആഴ്ച പോകുന്നാ പറഞ്ഞത്. ഓന് ഞാൻ അത്ര സ്നേഹത്തിലാണല്ലോ. ഓ മൈസൂരാണ്, നാളെ പോകിട്ട് വരും. അതെ ഇതിനാണ് ഞാൻ പോവുകയാണ്. ഇത് പുറത്തൊക്കെ പോരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട്, എനിക്ക് ബാങ്കിലൊന്ന് പോകണം. നിങ്ങളിപ്പോ എന്തിനാ ബാങ്കിൽ പോണേ? ഞാൻ ലൈലൊക്കെ കുറച്ച് പൈസ അയച്ചു കൊടുത്തോട്ടെ, എന്നിട്ട് വരാം. അതിനെന്തിനാ നിങ്ങൾ ബാങ്കിൽ പോണേ? അത് നിങ്ങൾ ഫോണിൽ തന്നെ അയച്ചാ പോരെ? ഫോണിൽ എനിക്കൊന്നും അറിയില്ലൂടെ. ബാങ്കിൽ പോയാലേ ഓല അതിൻ്റെ മട്ടം പോലെ ചെയ്തു തരും. നിങ്ങൾ പോയിക്കോളേ, പാല് ഞാൻ കൊണ്ടേ കൊടുത്തോളാം. ആ പാലുണ്ട് കൊടുത്താൽ മാത്രം പോരാ, ആ പുല്ലിങ്കെട്ടിൻ്റെ പാടത്ത് അതോടെ പോയി തരിപ്പടിച്ച് കിടക്കണ്ട, അവൻ കൊണ്ടുപോയിട്ടാൽ തള്ളി പറയാം. അതൊന്നും ഉണ്ടാവില്ല, എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കള്ളു കുടിക്കുള്ളൂ. എന്നാലും അത് നിർത്താൻ പറ്റില്ലല്ലേ? ഈ വായി പോയിരാനേ നമ്മൾ കൊണ്ട് പറയുന്നൊരു കാര്യമില്ല. അത് ഞാൻ സ്വന്തമായിട്ട് നിർത്താനും വിചാരിച്ചാലും നിർത്തൂല, ബലായുധം വരും അടിക്കല്ലേ വെച്ചിട്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ മുന്നേ. ഇനി ഡോക്ടറെ അടുത്തേക്ക് ചെല്ലണ്ടെന്നാ പറഞ്ഞത്. ഇനി നമുക്ക് മരുന്ന് പെരേന്ന് കുടിക്കാം. കുറവൊക്കെ ഉണ്ട്, നിങ്ങൾ വേഗം നന്നായി പൈസ തുടങ്ങിട്ടോ. അപ്പൊ ചെങ്ങയ്യെ ബസ് ഇറങ്ങിയപ്പോഴല്ലേ കായപ്പും ചായയും കുടിച്ചത്. അപ്പൊ ഇതിന് പൈസ എനിക്ക്. അതിന് നിങ്ങളൊരു അങ്ങാടി എത്ര സംഭവം നിങ്ങൾ വാങ്ങിച്ചില്ലല്ലോ. അതിന് മോനെ അവിടെ ഇന്നലത്തെ അയിലക്കറി ഇല്ലേ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇറച്ചി നാളെ വാങ്ങാം. നാളെ വെള്ളിയാഴ്ച ആണല്ലോ. മരുന്നൊക്കെ
കുഞ്ഞാപ്പാക്ക് വരുന്നില്ല. എങ്ങട്ടാ കുഞ്ഞപ്പോ? എനിക്ക് 2 ദിവസം കൂടെ ഉള്ളൂ ദുബായി പോവാൻ. കുറച്ച് സാധനം കൂടെ ടൗണിൽ പോയി വാങ്ങാണ്ട്. നാളെ ദുബായ് പോകാൻ കുഞ്ഞാപ്പാക്ക്. നിങ്ങൾ ഓരോ ദിവസം പറയുമ്പോ വീട് വന്നിട്ടില്ലല്ലോ. ഓന ഓരോരോ തിരക്കല്ല മമ്മൂട്ടിയെ, നമ്മളെ പോലെ എത്തേണ്. ഉപ്പച്ചേ, നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ പറയടോ. ഞാൻ പോയി എന്നിട്ട് നിങ്ങൾക്ക് വരെയെന്ന് പറയാം. എന്നാ ഇജ്ജ് പോയി വാ. എന്താ അർജന്റായിട്ട് പറയാന്? അതൊക്കെ ഉണ്ട്. വർത്താനം പറഞ്ഞാലേ എന്റെ ബസ് പോകും. എന്താ പറ്റേ കുഞ്ഞാപ്പാക്കൊക്കെ പറയാനുള്ളത്? എനിക്കറിയില്ല. ഓൻ വന്നിട്ട് പറയല്ലോ, അപ്പൊ നമുക്ക് കേക്കാം. ഈ വന്നിട്ട് ഇളകി നടന്ന ആ ഗോപാലിന് ഒറ്റക്കാണുള്ളത്. ആ പയ്യനെ ഒറ്റയ്ക്ക് കെട്ടാനും പിടിക്കാനും അവനെ കൊണ്ട് കഴിയൂല. ഉച്ചയ്ക്ക് തിരക്കാണെങ്കിൽ ഞാൻ പോയിക്കോളി. ഞങ്ങൾ ബാഗിൽ തന്നെ വരാം. ഇല്ലേ വേണ്ട പോരണ്ടി. ഇനി കണ്ട അപ്പനോടും കുറുന്തോട്ടിനോടും വർത്തമാനം പറഞ്ഞുകൊണ്ട് പോരാൻ നിൽക്കണം. ഞാൻ വന്നോളി പച്ചേക്കാ തന്നോളി. ഇതൊക്കെ ഫുള്ളായിട്ടാണ് അരിഞ്ഞാണ്ടി. നമ്മളെ പോക്കര സ്ഥലമാണ്. പോക്കരൊന്നും പറയൊന്നുമില്ല. വൃത്തിയൊക്കെ ആയിട്ടാ അരിഞ്ഞാണ്ടി കേട്ടോ. ഇത് ഫുള്ളായിട്ട് അരിയപ്പോ നേരം ഉണ്ടാവൂല. പയ്യനൊക്കെ കഴിച്ചോണ്ടിരാണ്ട്. ആ പയ്യനൊക്കെ കഴിച്ചുകൊണ്ടിരണ്ടി. പാല് ഇറക്കണ്ടേ? അതിനെ കള്ളുടിക്കാൻ നേരം വീണ് വിചാരിച്ചിട്ട് ഇന്നോട് കൂടെ ആണോ? ഉപ്പച്ചേ, എന്റെ കുഞ്ഞാപ്പോ അതെന്റെ മുഖത്തേക്ക് നോക്കി. എന്താ എന്റെ മുഖത്ത് പ്രത്യേകിച്ചുള്ളത്? ഞാനൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ തമാശക്കല്ലേ? ഒരു കാര്യം ചോദിക്കാമെന്നല്ലേ? ഈ ചോദിച്ചാ മോനെ, എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. എന്തിനിപ്പോ നിങ്ങളാ സ്ഥലം വിറ്റ്? അതിന്റെ ആവശ്യം ഉണ്ടേനോ? ഈ ഏത് സ്ഥലത്തിന്റെ കാര്യമാണ് പറയണത്? നമ്മളെ സ്ഥലത്ത് നിന്ന് 5 സെന്റ് സ്ഥലം വിറ്റ എന്തിനാ? അതിന്റെ ആവശ്യമില്ലല്ലോ. അത് എനിക്ക് മനസ്സിലാവണമെന്ന് എനിക്ക് നിർബന്ധം വേണ്ടേ? നിങ്ങൾക്ക് ഇപ്പൊ ആ സ്ഥലം വിൽക്കേണ്ട ആവശ്യം ഉണ്ടേനോ? എനിക്കതൊരു ആവശ്യം ഉണ്ടായിനി. അതിപ്പോ എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ചിലപ്പോ വേണ്ടി വരും. എന്റെ ഒരു പോരാത്തരം കൊണ്ടാണ് ഞാൻ ആ സ്ഥലം വെക്കേണ്ടി വന്നത്. ഇജ്ജ് നല്ല ആളാണെങ്കിൽ ആ സ്ഥലം എനിക്ക് കിട്ടി. എന്തൊക്കെ ഒരു കുഴപ്പമായിട്ട് തോന്നണേ? ഇവിടെ ചങ്ങായിയെ, ഇജ്ജ് ഒരു ഒറ്റ ഒരുത്തം കാരനാണ് ലൈലെന്ന് അവിടെ പോയി പഠിക്കേണ്ടി വന്നത്. അതിനെന്താ കുഴപ്പം? കുന്തോ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? എന്നെ കൊണ്ട് കഴിയില്ലെങ്കിലേ ഇജ്ജ പണിക്ക് ആദ്യം നിൽക്കണ്ടില്ലേ? എന്നിട്ട് ഇപ്പോഴും ഓളെ എറണാകുളത്ത് പഠിക്കില്ലേ? അവിടെ വെറുതെ പഠിപ്പിക്കോ? അതിന് കായും കൊടുക്കണോ? അയച്ചു കൊടുക്കണ്ടോക്ക്. എന്റെ കുട്ടിയെ മറ്റുള്ള കുട്ടികളെ ഇടയില് മോശക്കാരിയാകുക എനിക്കറിയാത്. എന്നിട്ടിപ്പോ നായം പറയാൻ നിൽക്കുകയല്ലേ ഇതിൻ്റെ അടുത്തേക്ക്. എന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഓളെവിടെ നിർത്തി പഠിപ്പിക്കാൻ എനിക്കറിയാം. അതിനേ എൻ്റെ സേവ വേണ്ട. ഒന്നറിയാത്ത എൻ്റെ കുട്ടീനെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇപ്പൊ എന്നോട് ന്യായം പറയാൻ നിൽക്കുക. ഓൾക്ക് പഠിക്കാനുള്ള പൈസ ഞാൻ അയച്ചിരില്ലേ? ആ തന്ന് 25,000 ഉറുപ്പ്യ. അത് മതിയല്ലോ 3 കൊല്ലത്തെ പഠിപ്പിന്. പിന്നെ ഒരു 10 ഉറുപ്പ്യ ജയിലിക്ക് തന്നിക്കണോ? ഞാൻ ഈ പൈക്കളെ പോയിട്ടാണ് ഒക്കെ പഠിക്കാൻ കൊടുക്കണേ. ഞാൻ എനിക്കിപ്പോ അതിനെ കഴിയുള്ളൂ. എനിക്ക് ഒരു കുടുംബമുണ്ട്. അതിക്ക് എനിക്ക് നോക്കണ്ടേ? ഇജ്ജ് നോക്കിക്കോ. എനിക്ക് മുദ്ദസിനും കുട്ടീനെ മാത്രം നോക്കിയാൽ മതിയല്ലോ. എനിക്ക് വേറെ ഒരു കുട്ടിയുണ്ട്. അത് തിന്നുണ്ടോ കുടിക്കുന്നുണ്ടോ അതിന് സമയത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടോ എന്ന് അന്വേഷിക്കണ്ടോ? ഓക്കൊരു കുഴപ്പമില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. ഈ വന്ന കാര്യം പറയും. നിങ്ങൾ എന്തിനാ എന്നും മുന്താസിനെ വഴക്കറിയണേ? ഓൾ എന്നോട് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ബാപ്പയും മോനും കൂടി പറയാതെ നിങ്ങൾ തിരക്കൂടുക. നാട്ടുകാർ കേൾക്കൂലത്. ചെറിയ ആൾക്കാരുടെ ഇടയിൽ കിട്ടിയോളെ വർത്താനം കേട്ടുകൊണ്ട് എന്നോട് ചോദ്യം ചെയ്യാൻ വന്നില്ലോ. ഇനി എന്ത് നാട്ടുകാർ കേൾക്കാനാ? നാട്ടു കേസ് ഓനക്ക് തന്നെ. എനിക്കെന്താണ്? നിങ്ങൾ ബാപ്പയും മോനും കണക്ക് തന്നെയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് കുറഞ്ഞു കൊടുത്തുകൂടെ? ഓ അതാണ് ഇപ്പൊ കാര്യം അല്ലേ? എൻ്റെ കെട്ടിയോളോടെ ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ അതിനൊരു കാര്യം ഉണ്ടാവും. വെറുതെ പറയാനേ എൻ്റെ ഇപ്പൊക്ക് ഭ്രാന്തൊന്നുമില്ല. പോരാ ആ പുല്ലുകെട്ട് അവിടെ കൊണ്ടിട്ടാ. ആ നാക്കല്ലേക്ക് തന്നെ നിന്ന പുറത്ത് അതിനൊരു കാര്യം ഉണ്ടാവും. അവിടെ നമ്മളെ പെരയിലെ അടുക്കളയില്ലേ? പിന്നെ എന്തിനാ നമ്മളെ പഴയ പെരന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കിക്കണേ? ഇവിടെ ചങ്ങായിയെ ഇജന്നല്ലേ ദുബായി പോകുമ്പോൾ പറഞ്ഞത് നമ്മളെ പുതിയ പെരയിൽ കരിയൊന്നും പിടിപ്പിക്കണ്ട, നാശാക്കണ്ടെന്നാണ്. അതുകൊണ്ടല്ല പഴയ പെരയിൽ വെച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ചൗത്ത് വരെ ഉണ്ടാക്കി ഞാൻ ഒക്കെ വേറെ വേറെ. എന്നിട്ട് ഇപ്പൊ ഓളെ വർത്തമാനം കേട്ടുകൊണ്ട് ഇന്റെ നേരെ നിൽക്കുക അല്ലേ? ഞാൻ അയക്കുന്ന പൈസ ഒന്നും നിങ്ങൾ ഓൾക്ക് കൊടുക്കില്ല? നമുക്ക് ഈ 2 പ്രാവശ്യമല്ലേ പൈസ അയച്ചത്. അതൊരു പ്രാവശ്യമല്ലേ അതിലേക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തയച്ചോ? പിന്നെ ഇജ്ജ് പോകുമ്പോൾ ഗൾഫിൽ നിന്ന് പോകുമ്പോൾ നാട്ടുകാരുടെ മീൻ കടം വാങ്ങിയിട്ടല്ലേ പോയി. ആ പൈസ വിട്ടേണ്ടി വന്നില്ലേ? ഞാനവിടെ നോട്ടടിക്കാൻ പോയതല്ല. ഇവിടെ ചെങ്ങായി ആർക്ക് വേണം എൻ്റെ നോട്ട്? എനിക്ക് ഈ പൈക്കളുള്ളിടത്തോളേ എൻ്റെ നോട്ടും ചോദിച്ചു ഞാൻ ഒരിക്കലും എൻ്റെ ബാക്കിൽ വരൂലേ? എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഓളും കച്ചറ ഉണ്ടാക്കുകയാണെങ്കിൽ മുന്താസിനായിട്ട് ഞാൻ ഗൾഫിക്ക് പോകും. അല്ലെങ്കിൽ ഓളെ വീട്ടിൽ കൊണ്ടായേക്കും. ഇജോളെ കൊണ്ടുപോവേ തലയിൽ വെച്ച് നടക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതൊക്കെ എൻ്റെ ഇഷ്ടം. ആ സ്ഥലം ഞാൻ തിരിച്ചു വാങ്ങുകയാണ്. പോക്കനാക്കനോട് നിങ്ങൾ വിളിച്ചു പറയണം. എനിക്ക് അതിനൊന്നും കഴിയൂല.
അനക്ക് വേണമെങ്കിൽ എജ്ജ് വിളിച്ച് പറഞ്ഞോ. ഗോപാലാട്ടന്റെ സ്ഥലം വിൽക്കാന്ന് കേട്ടി ഞാൻ ആ സ്ഥലം പോണേന്റെ മുന്നേ വാങ്ങും. അടുത്ത വരവിന് വീടുണ്ടാക്കിയിട്ട് ഞാനും മുന്താസും കുട്ടികളും കൂടി അങ്ങോട്ട് മാറും. അതാണ് തീരുമാനം വെച്ചാൽ അങ്ങനെ നടക്കട്ടെ മോനെ. ഇപ്പൊ ആ കാലുകൊണ്ട് ചെയ്യാത്ത മമ്മൂണിനി താൻ തന്നെ എല്ലാവർക്കും വേണ്ടാത്തത്. ആയിക്കോട്ടെ, നമ്മൾ രണ്ടാളേ ഞാൻ കഴിഞ്ഞോളാം മോനെ. എനിക്ക് എന്നോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ നേരില്ല. എനിക്ക് പൈക്കള കഴിച്ചുകൊണ്ടിരാണ്ട്. ഇങ്ങനൊക്കെ ഒന്നും ഉണ്ടായിട്ടെന്താ കാര്യം? മുമ്പ് കാരണന്മാര് പറഞ്ഞ മാതിരി 4 വായച്ചിക്കണ കൊല എന്നെ പെട്ടേ. പോയി പണി നോക്കട്ടെ. എന്തിനാ മോളെ ഇതിങ്ങനെ ചുറ്റി മറിക്കാണ്ട് ഇങ്ങനെ എറിയണത്? ഇതിങ്ങനെ കീറി കഴിഞ്ഞിരിക്കണം. പുസ്തകത്തിൽ പേജ് ഉണ്ടാവോ? തെറ്റിപ്പോയ പിന്നെ എന്താ ചെയ്യും ഉപ്പൂപ്പ? നല്ലോണം ശരിയാണെന്ന് തോന്നിയാ എഴുതിയാ പോരാ മോളെ. നിങ്ങളെ കാലത്ത് സ്ലേറ്റും പെൻസിലല്ല, വായിച്ചിട്ട് പിന്നെ എഴുതാ. അതൊന്നും എനിക്കറിയില്ല മോളെ. പൊപ്പ സ്കൂളിലും മദ്രസിലും പോയിട്ടില്ലല്ലോ. അന്ന് അതിന് പൊപ്പന്റെ അമ്മക്കും പാപ്പക്കും കഴിയൂലേഞ്ഞ് മോളെ. 5-8 മക്കളെ പോറ്റണ്ടേ? അതിന്റെ ഇടയില് എവിടുന്ന് സ്കൂളിൽ പോകാനാ കഴിയാ? ഓ ഉപ്പൂപ്പ മതി മതി, ഇത് ഞാൻ കൊറേ കേട്ടതാ. നിങ്ങളൊന്ന് മിണ്ടായിരുന്നാണ്, ഞാനിതൊന്ന് എഴുതിക്കോട്ടെ. ഞാനിഞ്ഞ ഒന്നും മുട്ടുന്നില്ല. പപ്പന്റെ കുട്ടി എഴുതി പോയി. പോക്ക് ചായ വേണോ? ഓളിപ്പോഴല്ല അടുക്കളയിൽ നിന്ന് കടിയും കൂട്ടി ചായ കുടിച്ചോണ്ട് എഴുതാൻ വന്നത്. ചെറിയോളെന്തേ? ഓള് ഉറങ്ങാണ്. ഉപ്പച്ചി കടയിലേക്കൊന്നും പോണില്ലേ? എന്തേ? കൂട്ടാൻ വെക്കാൻ എന്തി വാങ്ങാനാണ്. അപ്പൊ ഇന്നലെ വാങ്ങിയ മീൻ കഴിഞ്ഞോ? അതല്ല ഇന്ന് ഉച്ചവരെയൊക്കെ തിന്നത്. റബ്ബേ, വല്ലാത്തൊരു തീറ്റ തന്നെയാണ്. ഇനിയിപ്പോ 4 കിലോ 100 ഇട്ടിട്ടും കാര്യമില്ല. അവിടെ ഞാൻ കൊടണ്ട് എടുത്തതാ, മഴയുണ്ട്. അല്ല കുഞ്ഞാപ്പ് വിളിച്ചിനോ? ഇല്ല, രാത്രി വിളിക്കും. എന്തേ? അതല്ല ലൈല കുറച്ച് പൈസ ചോദിച്ചിനെ അവളെ പഠിപ്പിന് വേണ്ടിട്ട്. അതിന് ചോദിച്ചതാ. 2-3 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ഇന്നലെയും കൂടി വിളിച്ച് പറഞ്ഞത്. ഓളവിടെ വിട്ട് പഠിപ്പിക്കേണ്ടെന്ന് ഞാൻ അന്നേ അവനോട് പറഞ്ഞതാ. ഓനക്കൊരൊറ്റ നിർബന്ധമാണ് ഓളവിടെ പറഞ്ഞയച്ചാണ്ട് പഠിപ്പിക്കണമെന്നുള്ളത്. ഓളെ ജോലിക്കാരി ആക്കണം എന്നുള്ളതാണ് അവൻ്റെ നിർബന്ധം. എന്നെക്കൊണ്ട് ഓളെ പഠിപ്പിക്കാനൊന്നും കഴിയില്ല. ഈ നാട്ടിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? ഇല്ലാത്ത പൈസ മുടക്കാണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഓക്കതാണ് ഇഷ്ടേ. ഇഷ്ടം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിന് പൈസ വേണ്ടേ? ഓൾ എന്നെ വിളിച്ച് പറഞ്ഞതാ. അതിന് ജിന്നോട് വെച്ചറുണ്ടാക്കണ്ട. ജയ് ഓൻ വിളിക്കുമ്പോ ഒന്ന് പറഞ്ഞാളാ. ഞാൻ കൊടണ്ടെടുത്താ മഴയായിരുന്നു. നാലെണ്ണത്തിന് തീറ്റി പോറ്റും വേണം, പെങ്ങളെ പഠിപ്പിക്കും വേണം. എന്റെ കെട്ടിയാളൊന്ന് കഷ്ടപ്പെടുക. ഉപ്പൂപ്പ തലയിലൊന്നും കാണാനില്ലല്ലോ. പിന്നെന്താ മോളത് ഇങ്ങനെ കടിക്കണത്? എനിക്കറിയില്ല. എന്താ ഈ നന്നായിട്ടൊന്ന് പാർന്ന കടിച്ചിട്ട് നിക്കാൻ വയ്യ. എനിക്ക് മുട്ടായി വാങ്ങി തരുമോ? അതിപ്പോ വൈകുന്നേരല്ലേ പീടിയെ പോവുള്ളൂ. അപ്പം കൊണ്ടുവരാ. ഞാനും പോന്നാലും ഉപ്പൂപ്പ പീടിയക്ക്. അല്ലോ അത് വേണ്ട. അവിടെയുള്ള ഭരണിയുള്ള മുട്ടായി മുഴുവൻ എനിക്ക് വേണ്ടി വരും. അതിന് ഉപ്പൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ മോളെ. ഉപ്പ വരുമ്പോ എനിക്ക് നല്ല മുട്ടായി കൊണ്ടുവരുന്നുണ്ട്. ആ പോരെ? മതി. ഉപ്പൂപ്പ എന്തേ മോളെ? ലൈലാത്ത പോയപ്പോ ഒരു രസമില്ലല്ലേ? ഓക്ക് പോകാണ്ട് വെക്കാൻ പറ്റുമോ? ഓക്ക് പരീക്ഷ ഉള്ളതല്ലേ. ആ ഒക്കനാക്കാ വരുന്നേ. ഇനി മോള് ഔത്ത് വഴി എഴുതിക്കോ. ഇരിക്കും പോക്കരെ. ഞാൻ കഴിയേ ഇത് നാട്ടിലൊക്കെ ഉണ്ടോ? അല്ല കാണാനില്ലായിരുന്നത്. ആരോ പേപ്പറിലുണ്ട് പറഞ്ഞല്ലോ. ഇന്ന് ആളെ കളിയൊക്കെ ഇടൂ. പനി പിടിച്ചിട്ടേ ഒരാഴ്ചയായി. വിറച്ച് കട്ടുമായിരുന്നു ഇങ്ങനെ തുള്ളേനി. എനിക്കറിയോ? വെറുതെ അല്ല, എൻ്റെ ഓളെ മരുന്ന് സബന്ന് കണ്ടിന് ഞാൻ. ഓളെ എനിക്ക് മരുന്ന് വാങ്ങാൻ പോയതല്ലേ. അപ്പൊ ഈ ആശുപത്രിയിലൊന്നും പോയി കാണിച്ചില്ലേ കയ്യേ? എങ്ങനെ ധർമാശുപത്രി പോയിനി. അവിടെ പോയി ഒക്കെ കണ്ടമാനം ജനാണ്. നാടൊട്ടക പനിയാന്ന് പറഞ്ഞത്. പൂയിട്ട കൊയ്യൂല അമ്മാതിരി ജനം. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? പനിക്ക് കുറവുണ്ടോ? പനിയൊക്കെ കുറഞ്ഞാണ്, മേലുവേദനയും കുറഞ്ഞാണ്. പക്ഷെ തൊള്ളയിലെ കയ്പ്പ് കുറയുന്നില്ല. ഈ പനിച്ച് എടുക്കണോർത്ത് എന്തേ പോയി ഇങ്ങോട്ട് പോന്നത്? ഞാൻ എൻ്റെ മോള് വന്നു പറഞ്ഞിട്ട് വന്നതാ. ഓളെവിടെ? ഓളൊന്ന് വിളിച്ചാ? ഓളൊന്ന് സുബൈക്ക് പോയല്ലോ. ഒക്കെ പരീക്ഷയാണ് അവിടെ. അയ്യാ ഇല്ല, നടത്തും വെറുതെ ഞാൻ കയ്യേ. ഞാൻ ഓളെ കണ്ടിട്ടൊരു കാര്യം ചോദിക്കണ വന്നേ. ഓളെ കല്യാണക്കാരിയാണെങ്കിലേ അവളെ പഠിപ്പ് കഴിഞ്ഞാൽ ഓള് ഇങ്ങോട്ട് വരട്ടെ.
എന്നിട്ട് നമുക്ക് പറയാം. അല്ല നിങ്ങൾ അവിടെ ഇങ്ങോട്ട് പോന്ന് ഞങ്ങൾ അവിടെ പോയാണ്ട് ആ പേരെ പോയിട്ട് കുറേ മുട്ടി. അപ്പൊ ഗോപാലൻ എന്നോട് പറഞ്ഞേ നിങ്ങൾ ഇങ്ങോട്ട് മാറിയെന്ന്. ഇതിന്റെ തറവാടല്ലടോ, അവിടെ പിന്നെ പെയിന്റ് പണിക്കാരുണ്ട്. പണിക്കാരെ കണ്ടില്ലേ അവിടെ പോയപ്പോ? അതിന്റെ അടിയൊക്കെ കൂടി ഒന്ന് പൊളിച്ചേണ്ടൊന്ന് ലെവൽ ചെയ്യണം. ആ വരാന്നാക്കലൊക്കെ നന്നായി. അല്ല വരുന്ന ഞായറാഴ്ചയാണ് മേമ്പട്ടിന്റെ മോന്റെ കല്യാണം. അനക്കില്ലേ? കല്യാണമൊക്കെ എന്നോട് പറഞ്ഞീണ്. അല്ലടോ, അവന്റെ ബ്രോക്കർ പൈസ കിട്ടിയണം, അത് കറക്റ്റ് വാങ്ങിക്കൊണ്ട് അവനോട് ഇട്ടോ. അയമുട്ടിയാണ് ആള്. ആ അതൊക്കെ നേരാണ്. കല്യാണം കഴിഞ്ഞാൽ ഓൻ്റെ കോലം മാറും. ഓന്തിന് മാറാണോ ഓന്? എന്തേ എൻ്റെ മമ്മണ്ണി എവിടെയോ ഓന് കണ്ടില്ലല്ലോ. ഓൻ്റെ സോക്കടൊക്കെ മാറിയോ? ഓനിപ്പോ കുഴപ്പമൊന്നുമില്ല. പൈക്കള തീറ്റാൻ വേണ്ടിട്ട് തൊടിയിലേക്ക് പോയതാ. എന്നാലേ ഞാൻ ഇറങ്ങുകയാണ്. നമുക്ക് കല്യാണ പരിപാടി വെച്ച് കാണാം. ഇന്റത് ചെയ്യാൻ ഉറപ്പിക്കണ്ട, ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. അതെന്താടു എന്നോട് കല്യാണം പറഞ്ഞില്ലേ? പറയാനൊക്കെ പറഞ്ഞീണ്. പക്ഷെ മമ്മൂണിനെ എന്റെ പേരക്കുട്ടീനെ ഇവിടെ ഒറ്റ കിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇതണ്ടില്ലേ ഈ ഫുള്ള് കാട് നിറഞ്ഞ് കിടക്കുകയാണ്. നമ്മളെ ആ പുതിയ പേരാണെങ്കിൽ പിന്നെയും പറ്റിയില്ല, അവിടെ അങ്ങനെ ഇട്ട് പോവാം. അല്ല അതിനിപ്പോ മുന്തസില്ലേ ഇവിടെ? ആ മുന്തസ് രണ്ട് പേരുടെ സമയത്താണ് ഓട്ടോറിക്ഷ കയറി പോണുണ്ട്. അത് ഇനി നേരാണ് മാറില്ല കേട്ടോ. അക്കാര്യം ഞാൻ വിട്ട്, ഇനി ഓളോള ഇഷ്ടത്തിൽ നടക്കട്ടെ. എന്നാലേ ഞാൻ പോട്ടെ, പോയിട്ട് ഒരുപാട് പണിയുണ്ട്. എന്നാ ഇജ്ജ് നടന്നോ, ഞാൻ മമ്മൂണിന്റെ അടുത്തൊന്ന് പോയി നോക്കിയാട്ടെ. എന്നായിക്കോട്ടെ. മോളെ ഇപ്പൊ വരട്ടോ, എനിക്ക് പൈക്കിനെ എന്തെങ്കിലും അടുത്ത് തിന്നോണ്ടി. അത് ഞാൻ പീടികൾക്കല്ല, പൈക്കളെ എടുത്തേക്കാണ്. വൈകുന്നേരം കൊണ്ടുവന്നേരാന്നല്ല പറഞ്ഞു. വൈകുന്നേരം ഇപ്പൊ വീഡിയോ പോവുള്ളൂ ട്ടാ. ഇജ്ജ് പുറത്തേക്ക് ഒന്നും ഇറങ്ങണ്ടട്ടാ, അത് ചെയ്ത് പഠിച്ചോണ്ടി ഇപ്പന്റെ കുട്ടിട്ടാ. ആ എന്നാ മുത്തുമണി വന്നല്ലോ. ആ അരിയത്ത് നല്ല മൂർച്ചിട്ട് മോളെ, കഴിക്കറ്റൂല്ലേ നീ? ഉപ്പുപ്പായ്ക്ക് മുട്ടായി ഉണ്ടെന്നാ? ഉപ്പ വീഡിയോ പോയിട്ടില്ല മോളെ. മുട്ടായി വേണം, മുട്ടായി വേണം. ഉപ്പ വീഡിയോ പോയിട്ടില്ല മോളെ. ഇപ്പൊ വീഡിയോ പോയി വരുമ്പോ കൊണ്ടുവരട്ടാ. മോള് പോയിട്ട് മെയിൽ ചെയ്യാണ്ട് എന്താ മുന്നോളി പോയിട്ട് ചെല്ലു. ഉറപ്പായിട്ട് കൊണ്ടുവരും, എന്നെ പറ്റിക്കരുതേ. ഉപ്പന്റെ കുട്ടീനോട് ഇപ്പൊ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിരിക്കണോ? വാങ്ങി തന്നേലും ഞാൻ ഉപ്പൂപ്പനോട് മുണ്ടൂല. അല്ലോ അതൊന്നും വേണ്ട, ഇപ്പൊ വാങ്ങി തരാ പറഞ്ഞാൽ വാങ്ങി തരും. മോള് പോയിട്ട് എന്തെങ്കിലും തിന്നോ. ഇപ്പൊ മുട്ടായി വാങ്ങി കൊടുത്തില്ലെങ്കിൽ ഓള് ഇന്ന് ഇവിടെ തിരിക്കാൻ അമ്മയ്ക്കില്ല എന്നെ. കൊട എടുക്കണോ? നല്ല മഴയും വരുന്നുണ്ട്. മഴ പെയ്താൽ കുടുങ്ങും. അല്ലേ വേണ്ട, മുന്തസിന്റെ തൊള്ള തോന്നി കേൾക്കേണ്ടി വരും. കുട അവിടെ വെച്ച് മറന്നാൽ മഴ പെയ്യുമ്പോഴത്തേനേ ഇതൊക്കെ പോയി തരാം. ആ 10 ഉറുപ്പ്യ ഉണ്ട്, അത് മതി. മുന്തസേ മമ്മൂണി വരുമ്പോ ഞാൻ പൈക്കൊക്കെ കഞ്ഞിവെള്ളം കൊടുക്കാൻ പറയട്ടോ. ഇനി ഞാൻ ഫോണുമ്പോ കളിച്ചു കുത്തിരുന്നുണ്ടാ, പറയാൻ മറക്കണ്ട. മുന്തസേ ഇന്നല്ലല്ലോ 100 ഉറുപ്പ്യന്റെ മത്തി ഉണ്ടെന്നത്, അതപ്പോ തന്നെ തിന്ന് തീർന്നോ? നല്ല ബാക്കി ഉണ്ടാവും. ആ പോയി നോക്കട്ടെ, വല്ല പാകുണ്ടെങ്കിൽ വാങ്ങാം. ഇതൊരു ഒട്ടുക്കത്തെ തീറ്റിയാണ്. തേങ്ങയിട്ടോ താളിച്ചോണ്ടി. ആ അല്ലേ
ആ തൊത്തിന്റെ എന്തൊരു ഒച്ച കേട്ടില്ല. ഒന്ന് പോയി വെക്കാം. വാ ഞാൻ വരാം. വായി കണ്ടാൽ ഹിമാർ അപ്പൊ മയ്യത്തായി. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ഓണിക്കില്ല. നീച്ചവിടുന്ന് അല്ലേ തിന്നാ ഉറങ്ങ. ഈ 2 പണിയല്ലാത്തൊരു പണി എനിക്കറിയില്ല. നീച്ച് പോയി വെക്കാം. വാ മോനെ നീക്കി. ആരാ പഠിച്ചെന്നെ വാതിൽ തുറന്നിട്ടത്? ആ ഹിമാർ മൂത്രം ഒഴിച്ചാണ്ട് ബാലടക്കാതെ പോവുകയാണ്. എന്നാ ഒന്ന് ബാലടിച്ചാണ്ട് പോയിക്കൂടോ എനിക്ക്. എന്താ നായ കൂട്ടിയാണ്ട് അല്പമില്ലേ മുന്തസ് ഇവിടെ കിടന്ന് ഉറങ്ങണ്ടല്ലോ. പിന്നെ ആരപ്പോ ബാല് തുറന്നിട്ടത്? എന്നിട്ട് വലിയ ജിന്നോ സൈതാനായിട്ടുണ്ടോ? മമ്മൂണി കണ്ട് പേടിച്ച സ്ഥലം ഇവിടെ കിടന്ന് ഉറങ്ങിക്ക പറഞ്ഞു ചെല്ലു.